ഷിക്കാഗോ പെന്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി മീഡിയ അവതരിപ്പിക്കുന്ന വീക്കിലി റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെയ് മാസം 24-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. നാളെ രാവിലെ ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ CCFന്റെ ആഭിമുഖ്യത്തിലുള്ള സമ്മർ സെലിബ്രേഷൻ പരിപാടി നടത്തപ്പെടുന്നു. ഷിക്കാഗോ IPC ചർച്ച കേന്ദ്രമാക്കി നടത്തപ്പെടുന്ന ഈ വർഷത്തെ CCF സമ്മർ സെലിബ്രേഷന്റെ കൂടുതൽ വിവരങ്ങൾക്ക് CCFന്റെ പ്രസിഡന്റ് ഡോക്ടർ വിൽസൺ എബ്രഹാം, CCF ഇവന്റ്സ് കോർഡിനേറ്റർ, ഔട്ട്റീച്ച് കോർഡിനേറ്റർ സിസ്റ്റർ ബ്യൂല ബെൻ എന്നിവരുമായി ബന്ധപ്പെടുക. ഷിക്കാഗോ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ജൂബിലി സമ്മേളനം പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 വർഷം പൂർത്തിയാക്കുന്ന സിൽവർ ജൂബിലി സമ്മേളനം അടുത്ത ശനിയാഴ്ച ജൂൺ മാസം 1-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 5:30 മണി മുതൽ സഭ ഹാളിൽ വെച്ച് നടക്കുമെന്ന് പാസ്റ്റർ ജിജു ഉമ്മൻ, ബ്രദർ ഷെറി കെ ജോർജ് എന്നിവർ അറിയിക്കുന്നു. ICAG സഭയുടെ സെലിബ്രേഷൻ ചർച്ച് ICAG സഭയുടെ 50ാമത് വാർഷിക സമ്മേളനം ഓഗസ്റ്റ് മാസം 17-ാം തീയതി 4 മണി മുതൽ ICAG സഭാ ഹാളിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ സെക്രട്ടറി ബ്രദർ വറി സാമുവൽ അറിയിക്കുന്നു. ഷാരോൺ ഫെലോഷിപ്പിന്റെ മിഡ് വെസ്റ്റ് റീജിയൻ കൺവെൻഷൻ ഇതോടനുബന്ധിച്ച് കനോഷയിൽ വെച്ച് മെയ് 31 മുതൽ ജൂൺ 2 വരെ നടത്തപ്പെടുന്നതാണ്. IPC സെൻട്രൽ റീജിയൻ കൺവെൻഷൻ ജൂൺ മാസം 7-8 തീയതികളിൽ എബനസർ പെന്റക്കോസ്റ്റൽ ചർച്ചിൽ വെച്ച് നടക്കുമെന്ന് റീജിയന്റെ ഭാരവാഹികളായിരിക്കുന്ന പാസ്റ്റർ PC മാമൻ, പാസ്റ്റർ PV മാമൻ, പാസ്റ്റർ ജോൺ ടി കുര്യൻ, ബ്രദർ ജോൺ മത്തായി എന്നിവർ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ സേവ്യർ ജെയിംസ് മുഖ്യ സന്ദേശം നൽകുന്നതാണ്. ശനിയാഴ്ച പകൽ നടക്കുന്ന സഹോദരി സമ്മേളനത്തിൽ സിസ്റ്റർ ഗ്രേസി എബ്രഹാം ദൈവവചനം സംസാരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സിസ്റ്റർ മോളി എബ്രഹാമുമായി ബന്ധപ്പെടാവുന്നതാണ്. ഗോസ്പൽ വിറ്റ്നസ് ഫോർ ഇന്ത്യ സിൽവർ ജൂബിലി സമ്മേളനം നടത്തപ്പെടുന്നു. പാസ്റ്റർ ബെഥേൽ ബാവച്ച് നേതൃത്വം നൽകുന്ന ഗോസ്പൽ വിറ്റ്നസ് ഫോർ ഇന്ത്യയുടെ സിൽവർ ജൂബിലി സമ്മേളനം ജൂലൈ മാസം 27-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 മണി മുതൽ 3:30 മണി വരെ ഗോൾഫ് മെയിൻ പാർക്കിൽ വെച്ച് നടത്തപ്പെടുന്നതാണെന്ന് പാസ്റ്റർ ബെഥേൽ ബാവച്ചൻ അറിയിക്കുന്നു. ഷിക്കാഗോ റിവൈവൽ മീറ്റിംഗിന്റെ ഈ വർഷത്തെ സമ്മേളനം ഓഗസ്റ്റ് മാസം 22, 23, 24 തീയതികളിൽ ഗോൾഫ് മെയിൻ പാർക്കിൽ വെച്ച് നടക്കുമെന്ന് പ്രസിഡന്റ് പാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജ്, ബ്രദർ ജോയൽ ഷാജി, ബ്രദർ സ്റ്റീഫൻ ജോർജ് എന്നിവർ അറിയിക്കുന്നു. തുടർന്ന് IPC ഹെബ്രോൺ സഭയിൽ നടക്കുന്ന VBSന്റെ ഡേറ്റുകൾ ജൂലൈ മാസം 23 മുതൽ 26 വരെ IPC ഹെബ്രോൺ, ജൂൺ മാസം 27 മുതൽ 29 വരെ ICAG സെലിബ്രേഷൻ ചർച്ചിൽ, ഇലിയോസ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 24 മുതൽ 27 വരെ ഷിക്കാഗോ ഷാരോൺ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ മാസം 27 മുതൽ 29 വരെ തീയതികളിൽ ഈ സഭകളിൽ വെച്ച് VBS നടത്തപ്പെടുന്നതാണ്. FECCയുടെ കൺവീനറായിരിക്കുന്ന പാസ്റ്റർ വില്ലി എബ്രഹാമിന്റെ സഹോദരി ഭർത്താവ് കഴിഞ്ഞ ദിവസം പെട്ടെന്നുണ്ടായ ആകസ്മികമായിരിക്കുന്ന മരണത്തിൽ ഞങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം നിത്യത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടത്. മരണ ശവസംസ്കാര ശുശ്രൂഷകൾ പങ്കെടുക്കുന്നതിന് വേണ്ടി പാസ്റ്റർ വില്ലി എബ്രഹാം ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു. അവിടെ നടക്കുന്ന ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അംഗങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഗിൽഗാൽ പെന്റക്കോസ്റ്റൽ ചർച്ചിലെ സജീവ അംഗമായ ബ്രദർ മാത്യു ഈപ്പന്റെ സഹോദരൻ ബ്രദർ ജോൺ ഈപ്പൻ ഷിക്കാഗോയിൽ നിര്യാതനായി. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ ഇന്ന് വൈകിട്ട് കൊളോണിയൽ ഫ്യൂണറൽ ഹോമിൽ ആരംഭിച്ച് നാളെ ശവ സംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെടുന്നതാണ്. ദുഃഖർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ വേദനയിൽ ഞങ്ങൾ പങ്കുചേരുന്നു. എല്ലാവരും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൂസ്റ്റണിൽ വെച്ച് നടക്കുന്ന PC നാക്കിന്റെ പ്രൊമോഷണൽ മീറ്റിംഗ് കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ ഷിക്കാഗോയിൽ വെച്ച് നടന്നു. ശനിയാഴ്ച വൈകിട്ട് നടന്ന പ്രൊമോഷണൽ മീറ്റിംഗിൽ ഷിക്കാഗോയിലെ വിവിധ സഭകളിൽ നിന്നായി ദേവദാസന്മാരും വിശ്വാസികളും പങ്കെടുത്തു. തുടർന്ന് നടന്ന മാസ യോഗത്തിലും PC നാക്കിന്റെ നാഷണൽ കൺവീനർ പാസ്റ്റർ ഫിനി ആലുമൂട്ടിൽ ദൈവദിനം സംസാരിക്കുകയും PC നാക്കിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് ഞായറാഴ്ച ഷിക്കാഗോയിലെ വിവിധ സഭകളിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റ് പ്രവർത്തകരും പങ്കെടുത്ത് PC നാക്കിനെ കുറിച്ചുള്ള വിശദീകരണം നൽകിയുണ്ടായി. ഏകദേശം 5000 മുതൽ 8000 പേര് വരെയാണ് ഈ പ്രാവശ്യത്തെ PC നാക്ക് സമ്മേളനത്തിൽ അവർ പ്രതീക്ഷിക്കുന്നതെന്ന് തുടർന്ന് നടന്ന പത്രസമ്മേളനത്തിൽ അവർ വ്യക്തമാക്കി. ഷിക്കാഗോയിൽ നിന്ന് ധാരാളം രജിസ്ട്രേഷൻ ലഭിച്ചു കഴിഞ്ഞുവെന്ന് അവർ പത്രസമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി. ഇനി ആർക്കെങ്കിലും PC നാക്കിൽ സംബന്ധിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇനിയും രജിസ്ട്രേഷനുള്ള അവസരം ഉണ്ടായിരിക്കുമെന്ന് അവർ അറിയിക്കുന്നു. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ
ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പിലൂടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗുഡ് ബൈ.